ഹേ ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്തുകൊണ്ട് എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് 26th സാറ്റർഡേ ആണ്. അപ്പം ഇന്ന് എൻ്റെ ലാസ്റ്റ് ഓഫ് ഡേ ആയിരുന്നു. അപ്പം രാവിലത്തെ ഒരു ചെറിയ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നും പതിവ് പോലെ തന്നെ ഇച്ചാന് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. വന്നപ്പം നമുക്ക് വാങ്ങിച്ചുകൊണ്ട് തന്നെയാണ് റൈസ് നൂഡിൽസും പിന്നെ കുറച്ച് പഫ് പേസ്ട്രി, മിൽക്ക്, പിന്നെ തേങ്ങ. ഇതൊക്കെ തൽക്കാലത്തേക്ക് തീർന്ന ഒരു ഐറ്റംസ് ആയിരുന്നു. നമ്മുടെ ഗ്രോസറി ഷോപ്പിംഗ് ഡേ അല്ലായിരുന്നത് കൊണ്ട് തന്നെ ജസ്റ്റ് വാങ്ങേണ്ട സാധനങ്ങൾ മാത്രം വാങ്ങിയിട്ട് വന്നു. അതോടൊപ്പം തന്നെ പെപ്പയ്ക്ക് ഒരു ഓറിയയും. കാരണം പെപ്പയ്ക്ക് എന്തെങ്കിലും രാവിലെ കൊടുത്തിരുത്തി കഴിഞ്ഞാൽ പിന്നെ അവൻ കുറച്ച് നേരത്തേക്ക് കിച്ചണിലോട്ട് വരത്തില്ല. അപ്പോൾ ഇത് ജസ്റ്റ് അവനൊന്ന് രാവിലത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു വാങ്ങിച്ചേ. ഇത് സ്ഥിരമായിട്ട് അങ്ങനെ കൊടുക്കില്ല, പക്ഷേ രാവിലെ മിക്കപ്പോഴും ചിലപ്പോൾ ഫ്രൂട്ട്സൊക്കെ കൊടുക്കും. പക്ഷേ ഇന്നെന്തോ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ അവൻ അത് കണ്ടതുകൊണ്ട് അവൻ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അത് കൊടുത്തതാണ്. അപ്പം പഫ് പേസ്ട്രിയൊക്കെ നമുക്ക് പിന്നെ ഒരു ദിവസത്തേക്ക് പപ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചു. റീസെൻ്റായിട്ട് കുറച്ച് ഇൻസ്റ്റഗ്രാം വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എഗ് പപ്സ് കഴിക്കാനുള്ള ക്രേവിങ്സ് കാരണം പറഞ്ഞിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് കറിവേപ്പില തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് കറിവേപ്പിലയും വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റേ തേങ്ങാ തിരികിയതില്ലേ, അതും കിട്ടും. അങ്ങനെ അതും. പിന്നെ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് ഇടയ്ക്ക് കൂടെ 2-3 ബിസ്ക്കറ്റ് ഞാനും കൂടെ അകത്താക്കിയിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു. ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറയാവേ. പെപ്പ ഇപ്പോൾ ഇട്ട ഡ്രസ്സ് കണ്ടിരുന്നോ? ഇത് കുഞ്ഞു പിള്ളേർക്ക് ഇട്ട് കൊടുക്കുന്ന ഡ്രസ്സാണ്. ഈ ഡ്രസ്സിനൊരു സ്റ്റോറി ഉണ്ട്. ആക്ച്വലി ഞാൻ UK വരുന്നത് ഇവനൊരു 8 months ഒക്കെ കഴിഞ്ഞ സമയത്തായിരുന്നു. അപ്പോൾ എനിക്കറിയാമായിരുന്നു എന്തായാലും നമുക്ക് ശരിക്കും ഇവനെ മിസ് ചെയ്യും എന്നുള്ളൊരു കാര്യം അറിയാവുന്നതുകൊണ്ട് ഇവൻ്റെ ഡ്രസ്സ്, ഈ ഒരു ഡ്രസ്സ് ഞാൻ എടുത്ത് വെച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എൻ്റെ ബെഡ്റൂമിൽ ബെഡിൻ്റെ പില്ലോയുടെ അടിയിൽ ഇതെപ്പോഴും സൂക്ഷിച്ച് വെക്കും. കിടക്കുന്ന സമയത്തൊക്കെ ഞാൻ എടുത്ത് ഒരു ഉമ്മയൊക്കെ കൊടുക്കുമായിരുന്നു കേട്ടോ. എന്തോ ഒരു മിസ്സിങ് ആയിരുന്നു ഇവനെ ഭയങ്കരമായിട്ട്. പക്ഷേ ഇവൻ ഇവിടെ UK വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഈ സെയിം ഡ്രസ്സ് ഒന്ന് ഇടിയിപ്പിച്ച് നോക്കി. അപ്പോൾ ഇവന് കറക്റ്റ് ഫിറ്റായിരുന്നേ. പിന്നെ ഇവനിത് സ്ഥിരമായിട്ട് ഇടാൻ തോന്നി. ഇപ്പം അവൻ വീട്ടിൽ ഇടുന്നു. ഇവനിപ്പം ഈ ഇയർ ആകുമ്പോഴത്തേക്ക് 4 years ആവും. പക്ഷെ ഇപ്പോഴും ഇവന് 6 months ഈ ഡ്രസ്സ് അളവാണ്. പെപ്പേനെ പണ്ട് കണ്ടവർക്ക് ഇപ്പം നേരിട്ട് കാണുമ്പോഴത്തേക്ക് പെപ്പയുടെ എത്രത്തോളം വണ്ണം പോയിട്ടുണ്ടെന്ന് മനസ്സിലാകും കേട്ടോ. വണ്ണം ഒരു വശം ഇല്ലാതിരിക്കുന്നത് നല്ലതാണ്. എനിക്ക് വണ്ണം ഇല്ലാതിരിക്കുന്നത് ഇഷ്ടമാണ്. അതുകൊണ്ട് ഇപ്പോൾ അവൻ ആക്ച്വലി കറക്റ്റ് സൈസ് ആയതുകൊണ്ട് എനിക്ക് ഓക്കെയാണ്. എനിവേ, ഞാൻ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള മുട്ടയ്ക്കുള്ള ഒരു ഉള്ളി അരിയുമായിരുന്നു. 3 ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും 2 അരിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി ഇത്രയും ഉള്ളി മതിയെന്നുള്ളത്. അതുകൊണ്ട് 3ാമത്തെ ഉള്ളി എടുത്ത് തിരിച്ചു വെച്ചു. ഈ വൈറ്റ് ഉള്ളി മേടിക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമുണ്ട് കേട്ടോ. ഈ ഉള്ളി അരിയ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഭയങ്കര മെഴുമെഴുപ്പുള്ള പോലെ ഇരിക്കും. അപ്പം പകുതിക്ക് വെച്ച് ഉള്ളി അരിയുമ്പോൾ എനിക്ക് പലവട്ടം ഈ ഉള്ളി അരിയുമ്പോൾ എൻ്റെ കൈ മുറിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ പ്രതീക്ഷിക്കാതെ തെന്നിപ്പോയിട്ട് ഈ കത്തി വന്ന് കയ്യിൽ മുറിയും. അത് കാരണം എപ്പം വൈറ്റ് ഉള്ളി, ഈ ബ്രൗൺ ഉള്ളി കിട്ടാത്തപ്പോഴാണ് വൈറ്റ് ഉള്ളി വാങ്ങുന്നത്. അപ്പോൾ വൈറ്റ് ഉള്ളി വാങ്ങുമ്പോൾ ഞാൻ എപ്പോഴും കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാണ് കട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കിച്ചൺ അത്യാവശ്യം കുഞ്ഞതായതുകൊണ്ട് തന്നെ പാത്രങ്ങളെല്ലാം നല്ല രീതിയിൽ ഒതുക്കി വെച്ചില്ലെങ്കിൽ ഭയങ്കര മെസ്സപ്പായി പോവും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സൈഡിലാണ് അത്യാവശ്യം വലിയ പാത്രങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പം ഇവിടുന്ന് നമ്മൾ റീസെൻ്റായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പാത്രം ഇങ്ങനെ വൈറ്റ് ഇത് വാങ്ങിച്ചത്. ഇത് ഒരു 5 pair പാത്രങ്ങളുണ്ടായിരുന്നു. ഇത് ആക്ച്വലി എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി. അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. പ്രത്യേകിച്ച് ഒരുപാട് ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ലൊരു പാത്രം കേട്ടോ. എന്തായാലും ഇതിൻ്റെ ഞാൻ പറ്റുവാണെങ്കിൽ ലിങ്ക് ഷെയർ ചെയ്തിട്ടേക്കാം. അത്യാവശ്യം നല്ല പാത്രമാണ്. ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ മുട്ടക്കറി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതെടുത്തിരിക്കുന്നത്. ഈ മുട്ടക്കറിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അത് ഞാൻ വഴിയേ പറഞ്ഞുതരാം. അപ്പം മുട്ടക്കറി വെക്കാൻ വേണ്ടിയിട്ട് ഇത് എൻ്റെതായ ഒരു സ്റ്റൈലിൽ വെച്ചതാണ്. എപ്പോഴും ഇതേ കണക്ക് വെക്കില്ല, പല രീതിയിൽ വെക്കാറുണ്ട്. ഇച്ചാന് പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ പാലൊഴിച്ച മുട്ടക്കറിയാണ് ഇഷ്ടം. പക്ഷേ ഇപ്പോൾ അതേ കണക്കല്ല. പക്ഷെ എന്നാലും അതിൻ്റെ ഒരു ചെറിയൊരു ടെക്സ്ചർ പോലെ വരുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ കടുകൊക്കെ ഇട്ട് കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുത്ത് അതൊന്ന് ജസ്റ്റ് ഇതായി വരുമ്പോഴത്തേക്കാണ് ഉള്ളി ഇട്ട് കൊടുക്കുന്നത്. മുമ്പുണ്ടല്ലോ ഞാൻ ഈ കടുകും കറിവേപ്പിലയും ഒന്നും ഇടത്തില്ലായിരുന്നേ. ഡയറക്റ്റ് എണ്ണയിൽ ഉള്ളി അങ്ങിട്ട് വേവിക്കുമായിരുന്നു. പക്ഷെ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ കറിവേപ്പിലയ്ക്കും കടുകിനുമൊക്കെ ഒരു ഫ്ലേവർ ഒരു മണം പോലെയൊക്കെ വരുന്നുണ്ട്. അത് കുറച്ചും കൂടെ നമ്മുടെ കറിക്കൊരു പ്രത്യേക ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മണം കൊടുക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലായിട്ട് ഇപ്പം ഞാനിതൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതേ കണക്ക് തന്നെ പണ്ട് എനിക്കിഷ്ടമല്ലായിരുന്നു ഇഞ്ചിയും വെളുത്തുള്ളിയും. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു കറിക്ക്. പക്ഷേ ഇപ്പം എനിക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഫാനാണ്. ഞാൻ എപ്പോഴും ഇഞ്ചിയും വെളുത്തുള്ളിയും മാക്സിമം ഇടാൻ ശ്രമിക്കും എല്ലാ കറിക്കും.
പ്രായം കൂടുന്തോറും നമ്മളിൽ ഓരോ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് പറയില്ലേ, അതിൽ പെടുന്നതായിരിക്കും ചിലപ്പോൾ ഇതെന്ന് ഞാൻ ഇടയ്ക്ക് വിചാരിക്കാറുണ്ട്. എനിവേ നമ്മുടെ ഉള്ളി ഇട്ടൊന്ന് വഴറ്റി വരുമ്പോഴത്തേക്ക് ഞാൻ ഉപ്പിടും. കാരണം ഉപ്പിടുമ്പം പെട്ടെന്ന് വഴണ്ടി കിട്ടുമെന്ന് ഞാൻ എല്ലാത്തിലും കേട്ടതുപോലെ തന്നെ എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്ന് വാടി വരുന്നതിന് മുമ്പ് തന്നെ ഉപ്പിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കും. എന്നിട്ട് നമ്മുടെ ഉള്ളി ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടും, പിന്നെ പച്ചമുളക് ഇടും, പിന്നെ തക്കാളി ഇടും. പക്ഷേ ഇപ്പം നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ ഒരു ട്വിസ്റ്റ് ഉണ്ടെന്ന്, തക്കാളി ഇല്ലായിരുന്നു. അത് രാവിലെ വന്നപ്പോഴാണ് കണ്ടത്. അപ്പോൾ തക്കാളി ഇല്ലായിരുന്നത് കാരണം ഞാൻ തക്കാളിക്ക് പകരം നോർമലി ടൊമാറ്റോ കെച്ചപ്പ് ഒഴിക്കും. പക്ഷേ ഇവിടെ ഇപ്പം തക്കാളിക്ക് പകരം കെച്ചപ്പല്ല, പകരം വേറൊരു സംഭവം ഒഴിച്ചേ. അത് ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് മുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുട്ട എടുത്തിട്ട് ഈ കെറ്റിലിട്ടാണ് ഞാനിപ്പം മുട്ട തിളപ്പിക്കുന്നത്. ഈ കെറ്റിൽ നമ്മൾ ഉപയോഗിക്കില്ല കേട്ടോ, ഇപ്പം ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ ഞാനിതിപ്പം മുട്ടയൊക്കെ പുഴുങ്ങാനായിട്ടാണ് കൂടുതൽ എടുക്കുന്നത്. അപ്പം കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നി. ഇനി നമുക്ക് പുതിയൊരു കെറ്റിൽ വാങ്ങണം. കെറ്റിലും കൂടെ ആണ് ഇനി നമുക്ക് കിച്ചണിൽ വേണ്ടത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ സംഭവമാണ് ഞാൻ ടൊമാറ്റോയ്ക്ക് പകരമായിട്ട് ഒഴിച്ചത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രീമി ടൊമാറ്റോ പേസ്റ്റാണ്. ഇത് നമ്മൾ പാസ്തയ്ക്കൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ എന്തുകൊണ്ട് ഉപയോഗിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് തക്കാളി ഇല്ലായിരുന്നു, രണ്ട് ഈ കുപ്പി നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ 3 ഡേയ്സിനുള്ളിൽ നമ്മളിത് ഉപയോഗിച്ച് തീർക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ബാലൻസ് വരുന്നിടത്ത് കളയണം. അങ്ങനെ അതിനകത്ത് എഴുതിയിട്ടുള്ളത് കൊണ്ട് ഇത് സെക്കൻഡ് ഡേ ആയിരുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു വന്നാൽ ഇതിടാം, ക്രീമി കൺസിസ്റ്റൻസിയിൽ കിട്ടുമല്ലോ. അപ്പോൾ ഇച്ചായന് ഈ തേങ്ങാപ്പാൽ ഒഴിച്ച പോലത്തെ ടെക്സ്ചർ ഇഷ്ടമായതുകൊണ്ട് ഇത് ഇഷ്ടമാവുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് പിന്നെയും ഞാൻ കുറച്ചും കൂടെ അധികം ഒഴിക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിക്ക് ക്രീമി കൺസിസ്റ്റൻസി കിട്ടും. പിന്നെ ഇതിനൊരു ചെറിയ പുളിപ്പുണ്ട്, തക്കാളിയുടെ തന്നെ ആയതുകൊണ്ട് ഒരു ചെറിയ പുളിപ്പുണ്ട്. അത് കോമ്പൻസേറ്റ് ചെയ്ത് കിട്ടുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മസാലേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇത് ഞാൻ വൈറ്റ് പെപ്പർ പൗഡർ ആഡ് ചെയ്തിട്ടാണ്. വൈറ്റ് പെപ്പർ പൗഡർ, ചില്ലി പൗഡർ ഇപ്രാവശ്യം ആഡ് ചെയ്ത് കുറച്ച് കൂടിപ്പോയി, കാരണം ഇതിന് അത്യാവശ്യം നല്ല എരിവുണ്ടായിരുന്നു. പിന്നെ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് പാകത്തിന് ഒരു ഇച്ചിരി ഉപ്പ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഇച്ചിരി ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്യും. ഇത് ഇത്രയാണ് ഞാൻ ഈ മുട്ടക്കറിക്ക് വേണ്ടിയിട്ട മസാലാസ്. പിന്നെ ഇച്ചാനിടുവാണെങ്കിൽ നമ്മുടെ ഇറച്ചിക്കറിയുടെ മസാല കിട്ടത്തില്ലേ വാങ്ങാനായിട്ട്, അപ്പോൾ അതിനകത്തുനിന്ന് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇങ്ങനത്തെ സംഭവം കൂടെ ഒക്കെ ഇടും. ഈ സംഭവം കൂടെ ഇടുമ്പോൾ നല്ല മണമാണ് കേട്ടോ കറിക്ക്. പക്ഷെ ഞാനതൊന്നും ഇട്ടില്ല, ഞാനിങ്ങനെയാണ് ഇപ്പോൾ ചെയ്തത്. പക്ഷേ ഈ കറി ഉണ്ടല്ലോ, ആക്ച്വലി എനിക്ക് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഒരു ഫോൾട്ട് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ പെപ്പയ്ക്ക് കഴിക്കാൻ പറ്റില്ലായിരുന്നു. ഈ കറി ഞാൻ ആക്ച്വലി പെപ്പയ്ക്ക് എടുത്തെങ്കിലും ഇച്ചിരി ഞാൻ കൊടുത്തപ്പോഴത്തേക്ക് തന്നെ എനിക്ക് മനസ്സിലായി ഇത് പെപ്പയ്ക്ക് കഴിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് നല്ല എരിവായിപ്പോയി. അപ്പം ഞാനും ഇച്ചാനും കഴിക്കുമായിരുന്നു. ഞങ്ങൾക്ക് അത്യാവശ്യം സ്പൈസി ഫുഡിനോട് ഭയങ്കര ക്രേവിങ്സ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും സ്പൈസി ഫുഡ് കുഴപ്പമില്ല. ഞങ്ങൾ എത്ര സ്പൈസി, എനിക്കാണെങ്കിൽ ഈ പച്ചമുളകൊക്കെ ഉണ്ടല്ലോ, പച്ചമുളകൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഞാൻ എന്തെങ്കിലും എരിവില്ലാത്ത ഫുഡാണെങ്കിൽ എനിക്ക് പച്ചമുളക് മാത്രം കൂട്ടി ഫുഡ് കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കും. പക്ഷെ അതത്ര നല്ലതല്ല, എങ്കിലും എനിക്കറിയില്ല, എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ തോന്നുന്നു എനിക്ക് എരിവ് കഴിച്ചത് ഞാൻ പെപ്പയുടെ സമയത്തായിരുന്നു. അന്ന് എൻ്റെ മമ്മിയൊക്കെ പറയുവേ, ഈ പച്ചമുളകൊന്നും പച്ചയ്ക്ക് കടിച്ച് കഴിക്കരുത്, വയറ്റിൽ കൊച്ച് കിടക്കുമ്പോൾ അവിടെ കണ്ണിന് പ്രശ്നം വരും എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഒരു പക്ഷേ ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ ആ സമയത്ത് ഇഷ്ടം പോലെ കഴിക്കുമായിരുന്നു, എരിവ് കഴിക്കുമായിരുന്നു. പക്ഷെ ഇവൻ ജനിച്ചു കഴിഞ്ഞപ്പം അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, പെപ്പെ ജനിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, പെപ്പയുടെ കണ്ണിനകത്ത് നമുക്ക് ഇങ്ങനെ പീള എടുക്കൂലേ, അത് കുറച്ചും കൂടെ കട്ടിക്ക് വരാനായിട്ട് തുടങ്ങി. അപ്പം ഡോക്ടറിനെ കാണിച്ചപ്പോഴത്തേക്ക് അത് ചൂടിൻ്റെ ആണെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ തണുത്തത്, ഭയങ്കര തണുപ്പല്ല, എക്സ്ട്രീം തണുപ്പല്ല, ഒരു കുറച്ച് വെള്ളമൊക്കെ നനച്ച് കണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കണം, അങ്ങനെ ഒരു രീതി പറഞ്ഞായിരുന്നു. എന്നിട്ട് നമ്മൾ കോട്ടൺ തുണിയില്ലേ, അത് വെള്ളത്തിൽ നനച്ചിട്ട് ജസ്റ്റ് ഇവന് പയ്യെ തുടച്ചു കൊടുക്കുമായിരുന്നു. കോട്ടൻ്റെ തുണിയും പിന്നെ നമ്മുടെ പഞ്ഞിയൊക്കെ വെച്ചിട്ട് നമ്മൾ പയ്യെ തുടച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓട്ടോമാറ്റിക്കലി ബിലീവ് ചെയ്യാൻ തുടങ്ങി, ഞാൻ സ്പൈസി കഴിച്ചത് കൊണ്ടായിരിക്കും ഇങ്ങനെ വരുമെന്ന്. എനിക്കതിനെപ്പറ്റി കറക്റ്റ് അറിയില്ല. ബട്ട് ഈ ഒരു സംഭവം വന്നപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി ഞാൻ ബിലീവ് ചെയ്തു, അയ്യോ ഞാൻ കഴിച്ചത് കൊണ്ടായിരിക്കുമോ ഇനി വന്നത്, അങ്ങനെ ഒരു രീതിയിൽ. എനിവേ, പക്ഷേ എൻ്റെ സ്പൈസിനെസ്സിനോടുള്ളൊരു ക്രേവിങ്സ് എനിക്ക് ഇപ്പോഴും കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്പൈസി ഫുഡ്. ഞാൻ എത്ര സ്പൈസി ഫുഡ് തന്നാലും കഴിക്കും. എരിഞ്ഞിരുന്നാൽ പോലും, എനിക്ക് കണ്ണിക്കൂടെയൊക്കെ വെള്ളം വന്നാൽ പോലും ഞാൻ കഴിക്കും, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്.
എനിവേ പെപ്പയുടെ കാര്യം അങ്ങനെയായിരുന്നു. അത് പിന്നെ എങ്ങനെ സോൾവ് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പയ്യെ വെള്ളമൊക്കെ ചെറുതായിട്ട് വെക്കുമായിരുന്നു. പിന്നെ ഇച്ചാൻ്റെ മമ്മി ഉണ്ടല്ലോ, ഇവനെ കുളിപ്പിക്കുന്ന സമയത്ത് ഈ കണ്ണിൻ്റെ കുഴിയുടെ സൈഡിലായിട്ട് ഡ്രോപ്പായിട്ട് വെള്ളം ഇങ്ങനെ തട്ടിച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ കൊടുക്കുമ്പം കണ്ണ് കുഴിഞ്ഞിട്ട് ഈ പാട പോവും, കാരണം തണുപ്പ് കൂടുതൽ കിട്ടും, അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല. എനിവേ അങ്ങനെയൊക്കെ ചെയ്ത് പിന്നെ ഇവന് ഐ ഡ്രോപ്സും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒഴിച്ചൊക്കെയാണ് ഗ്രാജുവലി അത് കുറഞ്ഞത്. എന്തായാലും ഇപ്പം എരിവിനോട് ഇനി എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എരിവ് കഴിക്കാതിരിക്കാൻ ഞാൻ എന്തായാലും മാക്സിമം ശ്രമിക്കും. കാരണം ഇനി അങ്ങനെ ഒന്ന് വരരുതല്ലോ നമ്മൾ. അപ്പം അതുകൊണ്ട് എനിക്ക് ആ ഒരു ടെൻഷൻ ഇപ്പോൾ കിട്ടിയത്. നമ്മൾ അനുഭവത്തിൽ നിന്ന് പഠിക്കുമെന്നൊക്കെ കേട്ടില്ലേ, അതേപോലെ തന്നെയാണ് ഇങ്ങനെ ഇതൊരു അനുഭവം നമുക്ക് കിട്ടിയപ്പോൾ നമ്മൾ ഈ ഒരു അനുഭവത്തിൽ നിന്ന് നമ്മൾ ഇനി അടുത്തത് പഠിക്കും. അങ്ങനൊരു രീതിയാണ് ഇപ്പം ഫോളോ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ലൈഫിൽ ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. നമുക്കൊരു അനുഭവം കിട്ടുമ്പോൾ ആ അനുഭവത്തിൽ നിന്ന് പഠിച്ചിട്ടാണ് നമ്മളിപ്പോൾ അടുത്ത് ചെയ്യുന്നത്. എനിവേ അത് നല്ലൊരു കാര്യമാണ്, ലൈഫിൽ ലെസൺസ് കിട്ടുക എന്നുള്ളതും അല്ലേ. കഥ പറഞ്ഞു വന്നതിനിടയ്ക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഞാൻ ഇടയ്ക്കൂടെ ഞാൻ ആ ക്രീമി പേസ്റ്റ് പിന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ചും കൂടെ കുറുകിയ കണക്ക് വേണമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അതിട്ടത്. എന്നിട്ട് നമ്മുടെ പുഴുങ്ങി വെച്ചേക്കുന്ന മുട്ട എടുത്തിട്ട് ജസ്റ്റ് നമ്മളൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നു. ദാറ്റ്സ് ഓൾ. അത് കഴിയുമ്പോൾ നമ്മുടെ മുട്ടക്കറി റെഡിയായി കഴിയും. അത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഈ മുട്ടക്കറിയുടെ പരിപാടി. ഇപ്പം നമുക്ക് ആ ക്രീം കൺസിസ്റ്റൻസി പോലെയുള്ള ആ ഒരു പേസ്റ്റ് ഇട്ടത് നമുക്ക് തക്കാളി ഇല്ലായിരുന്നത് കൊണ്ടാണ്. പക്ഷേ ഈ ഒരു ഐഡിയ എന്തായാലും കൊള്ളാം എന്ന് തോന്നിയത് കൊണ്ട് ഇൻ ഫ്യൂച്ചറിലും ഞാൻ ഫോളോ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുന്നതും. കാരണം ഈ തക്കാളി ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചതാണ്. എന്തായാലും നമ്മുടെ ഈ ക്രീം പേസ്റ്റിന് വലിയ റേറ്റൊന്നുമില്ല. എത്രയോ പെൻസ് മാത്രമേ എന്തേ ഉള്ളൂ, ഒരു പൗണ്ടും അല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇനി നമുക്ക് ഇതൊന്ന് വെച്ചിട്ട് ഇനി ഫ്യൂച്ചറിൽ ട്രൈ ചെയ്യാം. ഓക്കെ, എനിവേ നമ്മുടെ മുട്ടക്കറി സെറ്റായിട്ട് നമ്മൾ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഈ റൈസ് നൂഡിൽസ് ഉണ്ടല്ലോ, ഇതിനൊരു സംഭവമുണ്ട്. ഈ റൈസ് നൂഡിൽസ് നമ്മുടെ നാട്ടിലെ നൂലപ്പം അല്ലെങ്കിൽ ഇടിയപ്പം എന്നും പറഞ്ഞ ഒരു കാറ്റഗറി ആയിട്ടാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. കാരണം ഈസി പീസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒറ്റ ഒരു മാർഗ്ഗമാണ്. ഇവിടെ ഇച്ചായൻ എന്ന് പറയുമ്പം ഇടിയപ്പം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇടിയപ്പം നമുക്ക് പെട്ടെന്ന് രാവിലെ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വാങ്ങും. അല്ലാതെ നമുക്ക് ഇടിയപ്പം പോലെ വാങ്ങാനും കിട്ടും. കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് ഇത് അവൈലബിലിറ്റി ആയതുകൊണ്ട് ഇച്ചാൻ വരുന്ന സമയത്ത് കടയിൽ നിന്ന് വല്ലപ്പോഴും ഒക്കെ വാങ്ങിച്ചിട്ട് വരും. അപ്പം ഇത് രണ്ട് രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. എനിക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നിയത് മൈക്രോവേവ് തന്നെയാണ്. പക്ഷേ മൈക്രോവേവിലാവുമ്പോഴത്തേക്ക് കളർ ഫെയ്ഡ് ആവില്ല. പക്ഷേ എനിക്കറിയില്ല കേട്ടോ, ഞാൻ ഈ ഒരു പാത്രത്തിൽ വച്ചിട്ടിങ്ങനെ നമുക്ക് മറ്റേ ഇടിയപ്പം ഇതുണ്ടല്ലോ അതിനകത്ത് വെച്ചിട്ട് നമുക്ക് ആവിയേറ്റാൻ പറ്റും. പക്ഷേ എൻ്റെ പാത്രം അത് പൊട്ടിപ്പോയതുകൊണ്ട് നമ്മളിപ്പം ചൂടാക്കിയൊക്കെ എടുക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിനകത്ത് വെച്ച് ചൂടാക്കിയപ്പോഴത്തേക്ക് ഇതിൻ്റെ കളർ ഫെയ്ഡായിപ്പോയി. ഇത് വൈറ്റ് കളറല്ലേ ഇപ്പോൾ, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതൊരു ബ്രൗണിഷ് പോലത്തെ ഒരു കളറായി വന്ന്. പക്ഷെ കരിഞ്ഞതൊന്നുമല്ല, എനിക്കറിയില്ല എന്താണെന്ന്. പക്ഷേ എന്തായാലും വേറെ വ്യത്യാസമൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് നമ്മൾ കഴിച്ചു. ഇതിനിടയ്ക്ക് വെച്ചിട്ട് ഇച്ചാനൊരാഗ്രഹം ഫ്രൈഡ് ചിക്കനും കൂടെ വേണമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ച ആയിക്കോട്ടെ എന്ന്. ഫ്രൈഡ് ചിക്കൻ ഞാൻ ഉണ്ടാക്കുമെന്നല്ല കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുന്നത്, ഇത് കണ്ടോ, ഇത് ഇവിടുത്തെ ഫാം ഫുഡ്സ് എന്ന് പറഞ്ഞ് ഇവിടുത്തെ ഒരു ഷോപ്പിൽ, ഇവിടുത്തെ ഡോവറിലൊരു ഷോപ്പുണ്ട്, അവിടുന്ന് വാങ്ങിച്ചാണ്. ഇതിന് 13 പൗണ്ടോ 14 പൗണ്ടോ എന്തോ വരുന്നുള്ളൂ. ഇത് വിങ്സാണ്, ഫ്രൈഡ് വിങ്സാണ്. ഇത് ഓൾറെഡി ഫ്രൈഡ് ചെയ്ത് വെച്ചേക്കുന്ന ഫ്രോസൺ വിങ്സാണ്. അപ്പോൾ ഇതിനകത്തൊരു 3-4 എടുത്ത് നമ്മൾ ആ ഗ്രില്ല് ചെയ്യുന്ന സംഭവത്തിൽ വെക്കാമെന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓവനിൽ വെക്കേണ്ട കാര്യമേ ഉള്ളൂ. ഒരു 15 മിനിറ്റ്സ്, അങ്ങേ അറ്റം പോയാൽ ഒരു 15 മിനിറ്റ്സ് ഓവൻ ചെയ്താൽ മതി. പക്ഷേ ഇച്ചായൻ പറഞ്ഞു നമുക്ക് ഓവൻ ഇപ്പോഴും ഓവനാണ് ചെയ്യുന്നത്. അപ്പോൾ ഓവൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് സോഫ്റ്റ്നെസ് പോലെ ഇരിക്കും. അപ്പോൾ ഇച്ചായന് കുറച്ചും കൂടെ ക്രിസ്പി ആയിട്ട് വേണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം ഓണാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു സൈഡിലൊരു സ്വിച്ച് ഉണ്ട് കേട്ടോ. അത് പ്രസ് ചെയ്താൽ മാത്രമേ ഈ ഒരു മെഷീൻ വർക്ക് ഉള്ളൂ. ഞാനപ്പോൾ ഇതിൻ്റെ ഉപയോഗം കഴിയുമ്പോഴത്തേക്ക് ആ സ്വിച്ച് അങ്ങ് ഓഫാക്കി ഇടും. കാരണം എപ്പോഴാണ് വന്ന് ഇതിനകത്ത് തുറക്കുന്നതെന്നും പിടിക്കുന്നതെന്നും അറിയില്ല. അപ്പം ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡൻറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്
എപ്പോഴും ഇതിൻ്റെ സ്വിച്ച് ഓഫാക്കി ഇടുന്നത്. ആവശ്യമുള്ളപ്പോൾ മാത്രം നമ്മൾ ഉപയോഗിക്കും. അങ്ങനെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ നൂലപ്പത്തിന് കളറ് മാറുമെന്ന്. കണ്ടോ ഇപ്പോൾ കളറ് മാറി. ഇത് നമ്മുടെ പെപ്പയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. പക്ഷേ ഞാൻ ഇത്രയും കറി ഒഴിച്ചെങ്കിലും അവനൊരു ലേശം കഴിച്ച് എരിവാണെന്ന് കണ്ടപ്പോഴത്തേക്ക് അവനെല്ലാം മാറി. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. ഇനി പെപ്പയ്ക്ക് ഫുഡ് കൊടുക്കണം, പിന്നെ ഇച്ചാന ഫുഡ് കൊടുക്കണം, ഞാൻ ഫുഡ് കഴിക്കണം. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും പോയി കിടക്കും. അപ്പോൾ എൻ്റെ ഒരു ഓഫ് ഡേ മോർണിംഗ് റുട്ടീൻ ഇത്രയേ ഉള്ളൂ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. Anyway, thanks for watching. Bye. See you with another video. Take care.